بسم الله الرحمن الرحيم فإن حاجوك فقل أسلمت وجهي لله ومن اتبعني وقل للذين أوتوا الكتاب والأميين أأسلمتم فإن أسلموا فقد اهتدوا وإن تولوا فإنما عليك البلاغ والله بصير بالعباد إن الذين يكفرون بآيات الله ويقتلون النبيين بغير حق ويقتلون الذين يأمرون بالقسط من الناس فبشرهم بعذاب أليم أولئك الذين حبطت أعمالهم في الدنيا والآخرة وما لهم من ناصرين ألم تر إلى الذين أوتوا نصيبا من الكتاب يدعون إلى كتاب الله ليحكم بينهم ثم يتولى فريق منهم وهم معرضون ذلك بأنهم قالوا لن تمسنا النار إلا بسم الله الرحمن الرحيم الحمد لله الذي بنعمته تتم الصالحات والصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين ثم أما بعد. സഹോദരങ്ങളെ, മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഈ സത്യദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. നമ്മൾ കിതാബ് തൗഹീദിൽ അലം തറ ഇലല്ലദീന യസ്ഉമൂന അന്നഹും ആമനു ബിമാ ഉൻസില ഇലൈക് എന്ന് തുടങ്ങുന്ന ആയത്തിനെയാണ് വിശദീകരിച്ച ഏതാനും മസ്അലകൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇന്ന് അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളെ നിഷേധിക്കുന്നവരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായമാണ് വിശദീകരിക്കുന്നത്. ബാബു മൻ ജഹദ ഷൈഅൻ മിനൽ അസ്മാഇ വസ്സിഫാത്ത്. അസ്മാ, സിഫാത്ത്, ഇസ്മുകൾ, സിഫത്തുകൾ ഇവയിൽ നിന്ന് വല്ലതും നിഷേധിക്കുന്നവനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. അസ്മാ എന്ന് പറഞ്ഞാൽ അസ്മാ ഉല്ലാഹ്, അള്ളാഹുവിൻ്റെ പേരുകൾ. സിഫാത്ത് എന്ന് പറഞ്ഞാൽ സിഫാത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളിൽ വല്ലതും നിഷേധിക്കുന്നവൻ്റെ അവസ്ഥ, അവൻ്റെ വിധി, അവൻ ആരാണ് തുടങ്ങിയുള്ള വിഷയങ്ങളാണ് ഈ അധ്യായം കൈകാര്യം ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തും ചില അസറുകളുമാണ് ഇതിൽ പ്രതിപാദ്യമായിട്ടുള്ളത്. ബാബു മൻ ജഹദ ഷൈഅൻ മിനൽ അസ്മാഇ വസ്സിഫാത്ത്. നാമങ്ങളിലും വിശേഷണങ്ങളിലും വല്ലതും നിഷേധിക്കുന്നവൻ, അവനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങൾ
അതിൽ വിശ്വസിക്കുന്നതിൻ്റെ, അതിനുള്ള അള്ളാഹുവിൻ്റെ തൗഹീദ്, അത് നമ്മൾ അംഗീകരിക്കേണ്ടുന്നതിൻ്റെ അനിവാര്യതയും അതേപോലെ വിശ്വാസം യഥാവിധമാകുന്നതിന് ഈ ഒരു വിശ്വാസം അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് ഈ നാമകരണം അറിയിക്കുകയാണ്. അതോടൊപ്പം നാമവിശേഷണങ്ങളെ നിഷേധിക്കുന്നവർ ഉണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങളെ, വിശേഷണങ്ങളെ നിഷേധിച്ചവർ ചിലർ കളവാക്കിയും നിഷേധിച്ചുമാണ് തള്ളിക്കളഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളെ തള്ളിക്കളഞ്ഞവർ, കളവാക്കിയവർ എല്ലാവരും ഒരുപോലല്ല. ചിലർ പറഞ്ഞ അള്ളാഹ്ക്ക് പേരുകളില്ല, അങ്ങനെ നാമങ്ങളെ നിഷേധിച്ചവരുണ്ട്. അവരുടെ നിഷേധം കുഫ്റാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളെ വ്യാഖ്യാനിച്ച് നിഷേധിച്ചവരുണ്ട്. അള്ളാഹുവിന് നാമങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട് എന്ന് പറയുകയും എന്നാൽ ആ നാമവിശേഷണങ്ങളെ വ്യാഖ്യാനിക്കുകയും ചെയ്യുക, എന്നിട്ട് നിഷേധത്തിലെത്തിപ്പെടുക. ആ നിഷേധത്തിലൂടെ ബിദഈ കക്ഷികൾ പിറന്നിട്ടുണ്ട്, കുഫറിലെത്തിപ്പെട്ടവരും ഉണ്ട്. എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനമെല്ലാം ഒരുപോലെയല്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളെ നിഷേധിച്ച കക്ഷികൾ ആരൊക്കെയാണ്? ഒന്ന് അശ്അരികളാണ്. അവരുടെ നിഷേധം ഭാഗികമാണ്. എന്ന് പറഞ്ഞാൽ അശ്അരികൾ അവർ അള്ളാഹുവിൻ്റെ നാമങ്ങളെ സ്ഥിരീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ ചിലത് അവർ സ്ഥിരീകരിക്കുന്നു, മറ്റ് ചിലതിനെ അവർ നിഷേധിക്കുന്നു. അള്ളാഹ്ക്ക് നാമങ്ങൾ അശ്അരികൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അർ റഹ്മാനാണ്, അർ റഹീമാണ്, അൽ ഖാലിഖ്, അൽ ബാരി, അൽ മുസവ്വിർ തുടങ്ങിയ അള്ളാഹുവിൻ്റെ പേരുകളെ അശ്അരികൾ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ അവർ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ, വിശേഷണങ്ങളെ ചിലതിനെ സ്ഥിരീകരിക്കുകയും ചിലതിനെ നിരാകരിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ 7 സിഫത്തുകളാണ് അശ്അരികൾ സ്ഥിരീകരിച്ചത്. അൽ ഹയാത്ത്, അൽ ഇൽമ്, അൽ ഖുദ്റത്ത്, അൽ ഇറാദത്ത്, അൽ കലാം, അസ്സംഉ, അൽ ബസ്വർ. ഈ 7 സിഫത്തുകൾ. അൽ ഹയാത്ത് ജീവൻ, അൽ ഇൽം അറിവ്, അൽ ഖുദ്റത്ത് കഴിവ്, അൽ ഇറാദത്ത് ഉദ്ദേശം വേണ്ടുക, അൽ കലാം സംസാരം, അസ്സംഉ കേൾവി, അൽ ബസർ കാഴ്ച. ഈ 7 സിഫത്തുകളെ അശ്അരികൾ സ്ഥിരീകരിച്ചു. എന്നാൽ ഇതല്ലാത്ത അള്ളാഹുവിൻ്റെ ഇതര സിഫാത്തുകൾ, ആ സിഫാത്തുകളെ അശ്അരികൾ നിഷേധിച്ചു. അവരുടെ നിഷേധം ഈ സിഫത്തുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടുള്ള സിഫത്തുകൾ. ഉദാഹരണം, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അൽ ഇസ്തിവ, അർശിന് മീതെ ആയിരിക്കുക എന്നുള്ള വിശേഷണമുണ്ട്.
അതേപോലെ അള്ളാഹുവിന് അന്നുസൂൽ, ഇറങ്ങുക തുടങ്ങിയുള്ള വിശേഷണങ്ങളുണ്ട്. അതേപോലെ അള്ളാഹുവിൻ്റെ ദാത്തിയായ സിഫത്തുകൾ, അള്ളാഹുവിന് വജ്ഹ്, അള്ളാഹുവിന് യദ്, അള്ളാഹുവിന് വജ്ഹ് മുഖം, യദ് കൈ, അതേപോലെ തന്നെ അള്ളാഹുവിന് ഐൻ കണ്ണ് തുടങ്ങിയുള്ളതായ അള്ളാഹുവിൻ്റെ ദാത്തിയായ സിഫത്തുകൾ. ഇത്തരം സിഫത്തുകളെ അശ്അരികൾ നിഷേധിച്ചു. അവർ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ശുദ്ധമായ അറബി ഭാഷ തേടുന്ന അർത്ഥം അതിന് വിലക്കി ദുർവ്യാഖ്യാനം നൽകിക്കൊണ്ടാണ് അവരുടെ നിഷേധം കടന്നു വരികയുണ്ടായത്. അപ്പോൾ നിഷേധികളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം അശ്അരികളാണ്. അശ്അരികൾ ഉണ്ടാക്കിയ ഫിത്ന അസ്മാ വസിഫാത്തിൻ്റെ വിഷയത്തിൽ അത് ചെറുതല്ല. രണ്ടാമത്തെ വിഭാഗം മുഅ്തസിലിയത്താണ്, മുഅ്തസിലത്താണ്. മുഅ്തസില കക്ഷി അവർ അള്ളാഹുവിൻ്റെ നാമങ്ങളെ സ്ഥിരീകരിക്കുകയും വിശേഷണങ്ങളെ നിരാകരിക്കുകയും തള്ളുകയും ചെയ്യുന്നവരാണ്. അള്ളാഹിൻ്റെ നാമങ്ങൾ സ്ഥിരീകരിക്കും, പക്ഷേ വിശേഷണങ്ങളെ അവർ നിഷേധിക്കും. അതിൽ തന്നെയും മുഅ്തസിലികളിൽ കൊടിയ തീവ്രവാദികളുണ്ട്. ആ കൊടിയ തീവ്രവാദികളെക്കുറിച്ച് അവർ കുഫറിൻ്റെ വാക്താക്കളാണ് എന്ന് പണ്ഡിതന്മാർ ഫത്വയും പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ അറിയിക്കുന്ന ചില നാമങ്ങളെ വരെ, അള്ളാഹുവിൻ്റെ നാമങ്ങളെ വരെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഇപ്പോൾ ഉദാഹരണത്തിന് ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ എന്ന ആയത്ത്, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല. വഹുവ സമീഉൽ ബസീർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അസ്സമീ ആകുന്നു, അൽ ബസീർ ആകുന്നു. അപ്പോൾ അസ്സമീ എല്ലാം സൂക്ഷ്മമായി കേൾക്കുന്നവൻ, അൽ ബസീർ സൂക്ഷ്മമായി കാണുന്നവൻ. അപ്പോൾ ഈ രണ്ട് പേരുകൾ അള്ളാഹുവിൻ്റെ വിശേഷണത്തെ അറിയിക്കുന്നു. അള്ളാഹ്ക്ക് സമ് കേൾവി, ബസർ കാഴ്ച എന്നീ വിശേഷണങ്ങളുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദികളായ മുഅ്തസിലിയ കക്ഷികൾ അവർ ചരിത്രം വായിച്ചാൽ കാണാം, ഈ ആയത്തിനെ വരെ അവർ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ്. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ എന്നുള്ള ആയത്ത് വഹുവൽ അസീസുൽ ഹക്കീം എന്ന് തിരുത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചത്. അങ്ങനെ ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ എന്ന ആയത്തിന് പകരം ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവൽ അസീസുൽ ഹക്കീം എന്ന് തിരുത്തിയിട്ട് കഅബയിൽ തൂക്കാൻ വേണ്ടി മുഅ്തസിലികൾ അബ്ബാസി ഖലീഫ മഅ്മൂനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നൊക്കെ കാണാൻ സാധിക്കും. അത് തനി കുഫ്റാണ്. വിശുദ്ധ ഖുർആൻ തിരുത്തുക എന്നുള്ള ഏർപ്പാട്, ഒരാശയം തങ്ങളുടെ വക പടച്ച് അതിന് അനുഗുണമായിട്ട് പ്രമാണങ്ങളെ കൂട്ടിമാട്ടുവാനും മാറ്റിത്തിരുത്തുവാനുമുള്ളതായ ഈ വ്യഗ്രത, അത് ബിദഈ കക്ഷികളുടെ ഒരു സ്വഭാവമാണ്. പ്രമാണവചനങ്ങളെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിക്കുക എന്നുള്ളത് തനി ജൂദായിസം. അപ്പം അങ്ങനെയുള്ള തീവ്രവാദികൾ എഅ്തിസാലിൽ അല്ലെങ്കിൽ മുഅ്തസിലത്ത് വിഭാഗത്തിലുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏതായാലും മുഅ്തസിലിയ കക്ഷി അവർ മൊത്തത്തിൽ പറഞ്ഞാൽ അവർ ഇസ്മുകളെ സ്ഥിരീകരിക്കുന്നവരാണെങ്കിലും സിഫത്തുകളെ അവർ മൊത്തത്തിൽ നിഷേധിക്കുന്നവരും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ സമ്മതിക്കാത്ത വിഭാഗവുമാണ്. മൂന്നാമത്തെ വിഭാഗം ജഹ്മികളാണ്. ജഹ്മികളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിൻ്റെ ഇസ്മുകളും സിഫത്തുകളും ഒരുപോലെ നിഷേധിച്ചവരാണ്. അള്ളാഹ്ക്ക് നാമങ്ങളുമില്ല, അള്ളാഹ്ക്ക് വിശേഷണങ്ങളുമില്ല എന്നാണ് ജഹ്മിയാക്കൾ ജൽപ്പിക്കുന്നത്. ജഹ്മ് ബിനു സഫ്വാനും അതേപോലെ തന്നെ ജഅദ് ബിനു ദുർഹം ഒക്കെ
ഈ വിദണ്ഡങ്ങളുടെ വാക്താക്കളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇസ്മുകളെ അതേപോലെ അവൻ്റെ സിഫത്തുകളെ നിഷേധിക്കുന്ന കൂട്ടരാണ് ജഹ്മികൾ. ഈ ജഹ്മികൾ അവർ കുഫാറാണ് എന്ന് സലഫിൻ്റെ ഇജ്മാഅ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം അവിടുത്തെ നൂനിയയിൽ, അതേപോലെ ഇമാമുൽ ലാലിക്കായി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ശറഹു സുന്നയിലൊക്കെ ഈ ജഹ്മികളുടെ വിഷയത്തിൽ ഈ വിധികൾ പറഞ്ഞത് കാണുവാൻ സാധിക്കും. ഇവിടെ സിഫാത്തുകളെ നിഷേധിച്ചവരെക്കുറിച്ച് മൊത്തത്തിൽ പറയാൻ കാരണം അശ്അരികളെക്കുറിച്ച് മുഅ്തസിലിയത്തിനെക്കുറിച്ച് പറയുമ്പോൾ ആ മുഅ്തസിലിയത്തിൻ്റെ വാദമുള്ള ഖവാരിജുകളുണ്ട്, അതേപോലെ തന്നെ റാഫിദികളുണ്ട്, അതേപോലെ തന്നെ മറ്റ് ചില ഷിയാ കക്ഷികളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ മുഅ്തസിലിയ കക്ഷിക്കാരുടെ ജൽപ്പനങ്ങളാണുള്ളത്. പിന്നെ ജഹ്മികൾ, ഇവരൊക്കെ അള്ളാഹുവിൻ്റെ ഇസ്മുകളോടും അള്ളാഹുവിൻ്റെ സിഫത്തുകളോടും സ്വീകരിച്ച നിലപാടുകൾ മൊത്തത്തിലാണ് ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. പണ്ഡിതന്മാർ ഇവരെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജഹ്മിയാക്കളെക്കുറിച്ച്, അതേപോലെ തന്നെ മുഅ്തസിലിയത്തിലെ തീവ്രവാദികളെക്കുറിച്ചൊക്കെ പണ്ഡിതന്മാർ അവർ കാഫിറുകളാണ്, മില്ലത്തിൽ നിന്ന് പുറത്തു പോകും വിധം കുഫറിൻ്റെ വാക്താക്കളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ നിഷേധം ആ രീതിയിലാണ്. ചില സിഫത്തുകളെ വ്യാഖ്യാനിച്ചിട്ട് നിഷേധികളായി. അത്തരം അശ്അരികളെക്കുറിച്ച് കുഫറിൻ്റെ വാക്താക്കളാണെന്ന് വിധിച്ചിട്ടില്ലെങ്കിലും അവരുടേത് തികഞ്ഞ ബിദ്അത്തും അതേപോലെ വഴികേടുമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹസം അബ്ബാഹിരിയെ പോലുള്ളവർ പറഞ്ഞിട്ടുള്ളത് അത്തരം അശ്അരികൾക്കും കുഫറിൻ്റെ വാക്താക്കളാണ് എന്നുള്ളതാണ്. അവരുടെ നിഷേധത്തെ ഉണർത്തിക്കൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കാനുള്ളത്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, ഇതിനെ നിഷേധിക്കുന്ന ഏർപ്പാട് അത് മുശ്രിക്കുകളുടെ ഏർപ്പാടാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ അധ്യായത്തിൽ ആദ്യം തന്നെ വഹും യക്ഫുറൂന ബിർ റഹ്മാൻ, അവർ റഹ്മാനിൽ അവിശ്വസിക്കുന്നു എന്ന് പറഞ്ഞത്. അവിടെ മക്കക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്, മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ. അപ്പോൾ നിഷേധ പ്രവണത അത് മുശ്രിക്കിൻ്റെ സ്വഭാവമാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളെ നിഷേധിക്കുക, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അറിയിക്കുന്ന വിശേഷണങ്ങളെ നിഷേധിക്കുക എന്നുള്ളത് മുശ്രിക്കിൻ്റെ ഏർപ്പാടാണ്. ആ ഏർപ്പാട് ചരിത്രത്തിൽ കടമെടുത്തവരൊക്കെ വലിയ അപകടങ്ങളാണ് തങ്ങൾക്ക് ഏറ്റുവാങ്ങിയിട്ടുള്ളത്, കൊയ്ത് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇന്ന് പല മുസ്ലിമീങ്ങളും ഇതേപോലുള്ള അപകടകരമായ വാദങ്ങളെ, ജൽപ്പനങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ്. അവർ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ നിഷേധിക്കുന്നതിനോടൊപ്പം പരിഹാസങ്ങൾ കൂടി അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഒരു പരിഹാസ സ്വരത്തിൽ നിഷേധം വരുമ്പോൾ അത് കുഫ്റാകുമെന്നതിൽ ഇഷ്കാലില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന് മുകളിൽ ഉപവിഷ്ടനാണ് എന്നുള്ള ഇസ്തിവായിൻ്റെ വിഷയം പറയുമ്പോൾ അതിനെ നിഷേധിക്കുന്നവർ കളിയാക്കിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അർശിൽ നിന്ന് തൊട്ടടുത്ത ആകാശത്തിലേക്ക്, ഭൂമിയോട് തൊട്ടടുത്ത ആകാശത്തിൽ, നമ്മളിലേക്ക് തൊട്ടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്നറിയിക്കുന്ന ഹദീസ് പറയുമ്പോൾ അതിനെ കളിയാക്കി പരിഹസിച്ചു കൊണ്ടാണ് നിഷേധിക്കുന്നത്. അത് തനി കുഫ്റാണ്. കേവലം ദുർവ്യാഖ്യാനത്തിനൊത്ത് നിഷേധിച്ചവരെ കുറിച്ച് വരെ പണ്ഡിതന്മാർ അത് കുഫ്റാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പരിഹസിച്ച് കളിയാക്കി നിഷേധിക്കുന്നവൻ്റെ അവസ്ഥ എന്താണ്? സലഫിയത്തിലേക്ക് ചേർത്ത് പറയുന്ന ചില ആളുകൾ ഇത്തരം ചില അപകടങ്ങളിൽ, പരീക്ഷണങ്ങളിൽ അകപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെന്താ? ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹിതമായ ദാത്ത് കൊണ്ട് അവൻ്റെ മഹിത സിംഹാസനത്തിന് മീതെയാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടികളിൽ നിന്ന് വേറിട്ട് അവൻ്റെ അർശിന് മുകളിൽ അവൻ ഇസ്തിവായിലാണ്, ഉപവിഷ്ടനാണ്. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ, ഇസ്ലാമിക ആദർശം. അള്ളാഹു അവൻ സൃഷ്ടികളോടൊപ്പം സൃഷ്ടികളിൽ സന്നിവേശിച്ച് സൃഷ്ടികളിൽ വസിച്ച് അല്ല ഉള്ളത്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ 7 ആകാശങ്ങൾക്കുപരിയിൽ അവൻ്റെ അർശിന് മീതെ ഇസ്തിവായിലാണ്. അവൻ സൃഷ്ടികളിൽ നിന്ന് വേറിട്ട് അവൻ അർശിന് മീതെയാണ്. അള്ളാഹു അവൻ്റെ ഉലുവിലാണ്. അള്ളാഹു അൽ അലിയാണ്, അള്ളാഹു അൽ ആലയാണ്. അൽ ആല, അൽ അലി എന്ന് പറഞ്ഞാൽ സത്ത കൊണ്ട് മീതെയായവൻ, ഏറ്റവും മീതെയായവൻ. അതേപോലെ തന്നെ നാമങ്ങൾ കൊണ്ട്, വിശേഷണങ്ങൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ടൊക്കെ മീതെയായവൻ എന്നുള്ളതാണ് അൽ അലി അല്ലെങ്കിൽ അൽ ആല എന്നുള്ളതൊക്കെ അർത്ഥമാക്കുന്നത്. ഒക്കെ അള്ളാഹിൻ്റെ പേരുകളാണ്. അതേപോലെ അള്ളാഹു അൽ ഖാഹിറാണ്, അതേപോലെ അള്ളാഹു അബ്ബാഹിറാണ്. ഇതൊക്കെ അറിയിക്കുന്നത് എന്താ? അബ്ബാഹിർ എന്ന് പറഞ്ഞാൽ ലദീ ലൈസ ഫൗഖക ഫൗഖഹു ഷൈ, അള്ളാഹുവിൻ്റെ മീതെ പിന്നൊന്നുമില്ല, അള്ളാഹുവാണ് എല്ലാത്തിൻ്റെയും മീതെ. അപ്പോൾ ഇതറിയിക്കുന്നത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാത്തിനും മീതെയാണ്, എല്ലാവർക്കും മീതെയാണ്. അപ്പോൾ ചില ആളുകൾ, സലഫിയത്തിലേക്ക് ചേർക്കപ്പെടുന്ന ചില ആളുകൾ, അവർ ഈ വിശ്വാസം, ഇതുപോലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഒരിക്കലും അവർ സലഫികളല്ല. അവരും സലഫിയത്തും തമ്മിലുള്ള ബന്ധം വെണ്ണയും വെണ്ണക്കോലും തമ്മിലുള്ള ബന്ധമാണ്, നെയ്യും നെയ്യപ്പവും തമ്മിലുള്ള ബന്ധമാണ്. എന്താ അവർ പറയണത്? അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ, അമിൻതും മൻഫിസ്സമ, മൻഫിസ്സമ ആകാശത്തിൽ ഉള്ളവൻ എന്ന്. അത് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാണ് മൻഫിസ്സമ. ഫിസ്സമ എന്നാണ് പറഞ്ഞത്. ഫി എന്ന് പറഞ്ഞാൽ ഫിസ്സമ ആകാശത്തിൽ എന്നാണ് അർത്ഥം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിനുള്ളിൽ എന്നല്ലേ അതിൽ നിന്ന് കിട്ടുന്നത്. എങ്ങനെ നിങ്ങൾ ആകാശത്തിന് മീതെ എന്ന് പറയും എന്ന് പറഞ്ഞ് പരിഹാസവർത്തമാനം. യഥാർത്ഥത്തിൽ ഇതിത്തരം മനുഷ്യന്മാരുടെ ഒന്നുകിൽ വിവരക്കേട്, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തെ കളിയാക്കുവാനും പരിഹസിക്കുവാനുമുള്ള ഇവരുടെ തത്രപ്പാടും പടച്ചോനെ പേടിയില്ലായ്മയും. കാരണം ഈ പറയുന്ന ആളുകൾക്കൊക്കെ, അതിൽ പണ്ഡിതന്മാരെന്ന് ജൽപ്പിക്കുന്നവർ, അവർക്കൊക്കെ അറിയാം ഫി എന്നുള്ളതിന് അല എന്ന ഇതിൻ്റെ അർത്ഥമുണ്ട്, അലസമ എന്നുള്ളതിൻ്റെ. ഫിസമ എന്ന് പറഞ്ഞാൽ അലസമ എന്നർത്ഥമുണ്ട്. മാത്രമല്ല അല എന്നുള്ളതിൻ്റെ, അലസമ എന്നുള്ളതിൻ്റെ ആ ആശയത്തെയാണ് ശറഈയായ ദലാലാത്തുകൾ, ഇതര തെളിവുകൾ അറിയിക്കുന്നത്. എന്നിട്ടും അപ്പോൾ ആകാശത്തിൻ്റെ മേൽ എന്ന് നിങ്ങൾ പറയുന്നു, കണ്ട ഫിസ്സമ എന്ന് ഖുർആനിൽ പറഞ്ഞില്ലേ, അപ്പോൾ ആകാശത്തിനുള്ളിൽ എന്ന് വന്നില്ലേ എന്ന് പറഞ്ഞ് പ്രമാണങ്ങളിൽ വൈരുദ്ധ്യമുണ്ട്, നിങ്ങൾ പറയുന്നതിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് വരുത്തി തീർക്കുക, പൊതുജനങ്ങളെ കബളിപ്പിക്കുക, സന്ദേഹങ്ങൾ പടച്ചിടുക, ഇതൊക്കെയാണ് ഇവർ ഇത്തരം ആളുകൾ ചെയ്യുന്നത്. മടവൂർ വിഭാഗവുമായി ബന്ധപ്പെട്ട് ചില ആളുകളുമായി സംസാരിക്കുവാനും അതേപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട ചില കൃതികൾ വായിക്കുവാനും സാധിച്ചപ്പോഴാണ് ഇത്തരം ഭീമാബദ്ധങ്ങളും വർത്തമാനങ്ങളും അവർ പറയുന്നതായി വായിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത്, മനസ്സിലാക്കുന്നത്, അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളെ നിഷേധിക്കുന്നത് അത് ബിദഈ കക്ഷികളുടെ സ്വഭാവമാണ്, അവരുടെ പ്രത്യേകതയാണ്. ചരിത്രത്തിൽ അതിൻ്റെ ഉദാഹരണങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച പലരിലും കണ്ടുകൊണ്ടിരിക്കുന്നു. നാമവിശേഷണങ്ങളെ നിഷേധിക്കുകയും ദുർവ്യാഖ്യാനിക്കുകയും അതൊരു പരിഹാസം കലർത്തിക്കൊണ്ടുള്ളതായി അവതരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുഫ്റാണ് എന്നതിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. ഏതായാലും നമുക്കിനി ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് തൗഹീദിൽ പറഞ്ഞ
ഈ നസ്സ് മനസ്സിലാക്കാം. വഖൗലുല്ലാഹി തആല അല്ലെങ്കിൽ വഖൗലില്ലാഹി തആല, അള്ളാഹുവിൻ്റെ വചനം, അതിനെക്കുറിച്ച് പറയുന്ന അധ്യായം. വഹും യക്ഫുറൂന ബിർറഹ്മാൻ ഖുൽ ഹുവ റബ്ബി ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വ ഇലൈഹി മതാബ്. ഇത് ബഹുദൈവ വിശ്വാസികൾ മക്കയിലുള്ള മുശ്രിക്കുകളെ കുറിച്ചാണ് പറയുന്നത്. വഹും യക്ഫുറൂന ബിർറഹ്മാൻ, അവർ റഹ്മാനിൽ അവിശ്വസിക്കുന്നു. ഖുൽ, പറയുക, ഹുവ റബ്ബി, റഹ്മാനായ അള്ളാഹു എൻ്റെ റബ്ബാകുന്നു. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനയെ അർഹിക്കുന്നവനായി മറ്റാരുമില്ല. അലൈഹി തവക്കൽത്ത്, അവനിൽ മാത്രമായി ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു. വ ഇലൈഹി മതാബ്, അവനിലേക്ക് മാത്രമാകുന്നു മടക്കം. ഇത് മക്കയിലെ ബൗദ്ധ വിശ്വാസികളാണ് എന്നുള്ളത് അറിയിക്കുന്നത് ആയത്തിൻ്റെ തുടക്ക ഭാഗമാണ്. കദാലിക അർസൽനാക് ഫി ഉമ്മത്തിൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹാ ഉമം ലിതത്ലുവ അലൈഹിമുല്ലദീ ഔഹൈനാ ഇലൈക് വഹും യക്ഫുറൂന ബിർറഹ്മാൻ. കദാലിക അർസൽനാക് ഫി ഉമ്മത്തിൻ, പ്രവാചകരെ, നാം നിങ്ങളെ അയച്ചിരിക്കുന്നു ഒരു സമൂഹത്തിൽ. ഖദ് ഖലത് മിൻ ഖബ്ലിഹാ ഉമമുൻ, അവർക്ക് മുമ്പും സമൂഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ലിതത്ലുവ അലൈഹിമുല്ലദീ ഔഹൈനാ ഇലൈക്, നിങ്ങൾക്ക് നാം വഹയേകിയ വിശുദ്ധ ഖുർആൻ അവർക്ക് മേൽ ഓതിക്കൊടുക്കുവാൻ വേണ്ടിയാണ് നിങ്ങളെ അവരിലേക്ക് അയച്ചത്. വഹും യക്ഫുറൂന ബിർറഹ്മാൻ, അവർ അർറഹ്മാനെ അവിശ്വസിക്കുന്നു. അപ്പോൾ അള്ളാഹുവിന് അർറഹ്മാൻ എന്ന പേരുണ്ട്. ആ പേരറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്, കാരുണ്യം എന്നുള്ള സിഫത്താണ്, വിശേഷണമാണ്. അള്ളാഹുവിൻ്റെ ദാത്തിയായ സിഫത്തിനെയാണ് അർറഹ്മാൻ എന്നുള്ള പേരറിയിക്കുന്നത്. അർറഹീം എന്നുള്ളത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നുള്ള ഫിഅലിയായ വിശേഷണത്തെ അറിയിക്കുന്നു. ഏതായാലും അർറഹ്മാൻ എന്നുള്ള പേരിനെ അവർ നിഷേധിക്കുന്നു എന്ന് പറയാണ് മക്കത്തെ മുശ്രിക്ക്. ഇവിടെ ആയത്ത് കൊണ്ടുവന്നത് എന്തിനാ? അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളെ നിഷേധിക്കുന്ന സ്വഭാവം മുശ്രിക്കിൻ്റെ സ്വഭാവമാണ്, അത് മുഅ്മിനിൻ്റെ സ്വഭാവമല്ല. അവർ പറഞ്ഞിരുന്നു, വമർ റഹ്മാൻ, ആരാണ് ഈ റഹ്മാൻ? ഹുദൈബിയ സന്ധിയുടെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് സന്ധി വ്യവസ്ഥയുടെ തുടക്കത്തിൽ എഴുതാൻ പറഞ്ഞു. അപ്പോൾ സുഹൈൽ ബിൻ അംർ, അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, മുശ്രിക്കുകളുടെ പ്രതിനിധിയായി വന്ന് എഴുതാനിരുന്നപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി. ആ അലിയാർ എഴുതിയത്, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു എഴുതിയത്, അയാൾ സുഹൈൽ ബിൻ അംർ എന്താ പറഞ്ഞത്? ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതിക്കോ, അള്ളാഹുവെ നിൻ്റെ നാമത്തിൽ എന്ന് എഴുതിക്കോ. അർറഹ്മാനുർ റഹീം വായിക്കാൻ പറഞ്ഞു. അർറഹ്മാനുർ റഹീം ഞങ്ങളറിയില്ല എന്നാണ് പറഞ്ഞത്, അംഗീകരിക്കില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതിച്ച്. അപ്പോൾ ഇത് മുശ്രിക്കിൻ്റെ സ്വഭാവമായിരുന്നു. അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഉണർത്തുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അതിവിടെ കൊണ്ടുവന്നത് ഈ നിഷേധ സ്വഭാവം, നിരാകരണ സ്വഭാവം, നാമങ്ങൾക്ക് നേരെ, വിശേഷണങ്ങൾക്ക് നേരെ, അത് മുശ്രിക്കിൻ്റെ സ്വഭാവമാണ് എന്നുള്ളത് അറിയിക്കാനാണ്. പിന്നെ വഫി സഹീഹിൽ ബുഖാരി ഖാല അലി റളിയല്ലാഹു തആല അൻഹു ഹദ്ദിസു الناس ബിമാ യഅരിഫൂൻ അതുരീദൂന അൻ യുകദ്ദബ അല്ലാഹു വറസൂലുഹു. സഹീഹുൽ ബുഖാരിയിൽ കാണാം, ഖാല അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹദ്ദിസു الناس ബിമാ യഅരിഫൂൻ, ജനങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് നിങ്ങൾ ജനങ്ങളോട് സംസാരിക്കുക. അതുരീദൂന അൻ യുകദ്ദബ അല്ലാഹു വറസൂലുഹു, അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും കളവാക്കപ്പെടുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ?
ഈ അസർ സഹീഹുൽ ബുഖാരിയിൽ വന്നതാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിൽ മൗഖൂഫാണ്, അദ്ദേഹത്തിൻ്റെ വാക്കായി. ഈ അസറിനെ കുറിച്ച് അത് സഹിഹാണ്. ഇബ്നു അബി അതേപോലെ തന്നെ ഇമാം അബ്ദുർ റസാഖ് അദ്ദേഹത്തിൻ്റെ മുസന്നഫിലൊക്കെ ഇത് നൽകിയിട്ടുണ്ട്. ഈ ഹദീസ് എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? ഈ അസർ ജനങ്ങളോട് അവർക്കറിയുന്നത് നിങ്ങൾ സംസാരിക്കുക, പറയുക. അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും കളവാക്കപ്പെടുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ എന്നാണ്. ഇത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ബാബു മൻ ജഹദ ഷൈഅൻ മിനൽ അസ്മാഇ വസിഫാത്ത്, നാമവിശേഷണങ്ങളിൽ വല്ലതും നിഷേധിച്ചാൽ അവനെക്കുറിച്ച് പറയുന്ന അധ്യായം എന്നാണ്. ഈ അധ്യായത്തിൽ എന്തിനാണ് ഇത് കൊണ്ടുവന്നത്, ഈ അസർ കൊണ്ടുവന്നത്? നാമവിശേഷണങ്ങളെ നിഷേധിക്കപ്പെടുമാറ് ആളുകൾ ഉണ്ട് എങ്കിൽ അവരുടെ മുമ്പിൽ സംസാരിക്കുന്നത് സൂക്ഷിക്കണം, നാമവിശേഷണങ്ങളെ നിഷേധിക്കപ്പെടാതിരിക്കാൻ എന്നാണ്. അതായത് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അതേപോലെ ഇസ്മുകൾ, അതിൽ ചില മസ്അലകൾ സൂക്ഷ്മമാണ്. ആ മസ്അലകൾ നിങ്ങൾ സംസാരിച്ചാൽ അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളെ നിഷേധിക്കുന്ന അവസ്ഥയാണ് ആളുകൾക്കെങ്കിൽ അത്തരം വിഷയങ്ങൾ ആളുകളോട് സംസാരിക്കരുത് എന്നാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നാമവിശേഷണങ്ങളുടെ വിഷയം സംസാരിക്കുമ്പോൾ ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന്മേൽ ഉപവിഷ്ടനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെ 1/3 ശേഷിക്കുമ്പോൾ നമ്മോട് തൊട്ടുള്ള ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ആ അർഷിൻ്റെ അവസ്ഥ എന്തെയായിരിക്കും? അർഷ് അതേപോലെ തന്നെ സമാഉദ്ദുന്യ, നമ്മുടെ അടുത്ത ആകാശം, അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിച്ച് ആളുകളുടെ മുമ്പിൽ ഒരാൾ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ ഈ ഇസ്തിവാ നുസൂൽ എന്നുള്ള സിഫാത്തുകളെ തന്നെ നിഷേധിക്കും. അപ്പോൾ സിഫാത്തുകളെ നിഷേധിക്കും വിധമുള്ളതായ സംസാരങ്ങൾ ആളുകളുടെ മുമ്പിൽ സംസാരിക്കണത് സൂക്ഷിക്കണം എന്നാണ് ഇവിടെ ഈ അധ്യായത്തിൽ ഇത് കൊണ്ടുവന്നതിൻ്റെ പൊരുളായി, ഹിക്മത്തായി പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. ഹദ്ദിസുന്നാസ് ബിമാ യഅരിഫൂൻ, മൊത്തത്തിൽ അള്ളാഹിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് പറയാം. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു, അള്ളാഹു തന്നെക്കുറിച്ച് അർ റഹ്മാനു അലൽ അർശി ഇസ്തവ, റഹ്മാനായ അള്ളാഹു അർഷിന്മേൽ ഉപവിഷ്ടനാണ്. സുമ്മസ്തവ അലൽ അർഷ്, പിന്നീട് അള്ളാഹു അർഷിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു. മൊത്തത്തിൽ ഇത് ആളുകളോട് പറയാം. കാരണം അത് വിശുദ്ധ ഖുർആനിൽ വന്നതാണ്. അത് ആളുകളോട് പറയൽ നിർബന്ധമാണ്. കാരണം അത് തൗഹീദുൽ അസ്മാഇ വസിഫാത്താണ്. അത് ആളുകൾ അറിയലും അനിവാര്യമാണ്, അത് പറയണം. ഇത് ആളുകളോട് പറയരുത് എന്നല്ല. പിന്നെയോ ആളുകളുടെ ബുദ്ധിക്ക് പ്രാപ്യമല്ലാത്ത, ആളുകൾക്ക് മനസ്സിലാകാത്ത വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കരുത് എന്നാണ്. അല്ലാതെ തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് പറയരുത് എന്നല്ല. അത് പറയാമെന്നുള്ളതിന് തെളിവാണ് ഇനി തൊട്ട് പറയാനിരിക്കുന്ന ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഹദീസ്. ആളുകളോട് തൗഹീദുൽ അസ്മാ സിഫാത്ത് പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളത് തൊട്ടടുത്തുള്ള അസർ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശം? ഇവിടെ ഇതാണ്, നിഷേധത്തിന് ആളുകൾക്ക് വഴിവെക്കും വിധമുള്ളതായ വിശദീകരണങ്ങൾ, വിശകലനങ്ങൾ, അത് സിഫാത്തുകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വിശിഷ്യ സൂക്ഷിക്കണം എന്നുള്ളതാണ്. അതേസമയം വിശ്വസിക്കേണ്ട കാര്യങ്ങൾ പ്രമാണങ്ങളിൽ വന്നത് അത് പറയുന്നെ വേണം. യൻസിലു റബ്ബുന ഇലസ്സമാഇ ദുനിയ, അസ്സമാഉ ദുനിയയിലേക്ക് നമ്മുടെ റബ്ബ് ഇറങ്ങി വരും, ഹദീസിൽ വന്നതാണ്. അത് ആളുകളോട് പറയണ്ടേ? ആളുകളോട് പറയണം. പൊതുജനങ്ങളോട് പറയണ്ടേ? പൊതുജനങ്ങളോട് പറയണം. പ്രത്യേകക്കാരോട് പറയണ്ടേ? പ്രത്യേകക്കാരോട് പറയണം. കാരണം എന്താ? അത് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്നാണ്. അത് ആളുകൾ അറിയേണ്ടതുണ്ട്.
അതുകൊണ്ട് തന്നെ ആളുകൾ അറിയേണ്ട ഇത്തരം സിഫാത്തുകളുമായി ബന്ധപ്പെട്ട് പ്രമാണവചനങ്ങളിൽ വന്നത് നമ്മൾ ആളുകളോട് പറയുകയും അതിൻ്റെ ആശയമെന്ത്, തേട്ടമെന്ത് എന്നുള്ളത് അറിയിക്കുകയും ചെയ്യണം. എന്നാൽ ആളുകളുടെ ബുദ്ധിക്ക് അപ്രാപ്യമാകും വിധമുള്ളതായ വിശകലനങ്ങൾ, വിശദീകരണങ്ങൾ ചില ഭാഗങ്ങളിൽ അസ്മാഉ സിഫാത്തുമായി ബന്ധപ്പെട്ട് വരും. അത് പറയുമ്പോൾ നിഷേധത്തിന് കാരണമാകുമെങ്കിൽ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇവിടെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആലയുടെ ഈ അസർ ഇവിടെ കൊണ്ടുവന്നതിൻ്റെ പൊരുളായിട്ട് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. മൂന്നാമത്തേത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഒരു അസറാണ്. അത് അബ്ദുർ റസാഖ് മഅമറിൽ നിന്നും മഅമർ ഇബ്നു താവൂസിൽ നിന്നും അലി ഇബ്നു താവൂസ്, അലി ഇബ്നു താവൂസ് തൻ്റെ പിതാവ് താവൂസ് ഇബ്നു കൈസാനിൽ നിന്നും അദ്ദേഹം അബ്ദുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്തതാണ്. ഞാൻ മുമ്പത്തെ അസറിനെ കുറിച്ച് പറഞ്ഞു, അത് ഇബ്നു അബി ഹാത്തിമും ഇമാം അബ്ദുർ റസാഖും ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന്. പക്ഷേ അത് ഇമാം ബുഖാരി സഹീൽ ഉദ്ധരിച്ചതാണ്, അലി റളിയല്ലാഹു അൻഹു എന്നുള്ള അസർ. ഈ അസറാണ് ഇബ്നു അബി ഹാത്തിം ഉദ്ധരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അബ്ദുർ റസാഖ് അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ അസർ സഹീഹാണ്. അതിലെന്താ, അന്നഹു റഅ റജുലൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഒരു വ്യക്തിയെ കണ്ടു. ഇൻതഫദ ലമ്മ സമിഅ ഹദീസൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സിഫാത്ത്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടപ്പോൾ ഈ മനുഷ്യൻ നിഷേധാത്മകമായിട്ട് നിരാകരിച്ചുകൊണ്ട് തൻ്റെ ശരീരം കുടഞ്ഞ്. അതാണ് ഇബ്നു അബ്ബാസ് കണ്ടത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരു വ്യക്തിനെ കണ്ട്. ആ വ്യക്തിൻ്റെ സ്വഭാവം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിഫത്തുകളെക്കുറിച്ച് പറഞ്ഞ ഒരു ഹദീസ് അയാൾ കേട്ടപ്പോൾ അയാൾ അതിനെ നിഷേധിച്ചുകൊണ്ട് തൻ്റെ ശരീരം കുടഞ്ഞ്. അത് സ്വീകരിക്കാൻ പറ്റൂല എന്നാണ് രീതിക്ക്. അതാണ് ഇസ്തിൻകാറൻ ലിദാലിക്, അതിനെ നിഷേധിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്, അയാൾ ശരീരം കുടഞ്ഞത്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മാ ഫറഖു ഹഉലായി, ഇക്കൂട്ടരുടെ ഭയപ്പാട് എന്ത് ഭയപ്പാടാണ്? യജിദൂന റിഖ്ഖതൻ ഇൻദ മുഹ്കമി, വിശുദ്ധ ഖുർആനിലെ മുഹ്കം ആയ വചനങ്ങളുടെ അടുക്കൽ അവർ ഭയപ്പാട് കാണുന്നു. വയഹ്ലകൂൻ ഇൻദ മുതശാബിഹിഹി, വിശുദ്ധ ഖുർആനിലെ മുതശാബിഹായ വചനങ്ങളിൽ അവർ നശിക്കുകയും ചെയ്യുന്നു എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് വിശദീകരിച്ച് മനസ്സിലാക്കണം. ഒന്നതിൽ മനസ്സിലാക്കാനുള്ളത്, ഒരു വ്യക്തി സിഫത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ അയാൾ നിഷേധാത്മകമായിട്ട് തൻ്റെ ശരീരം കുടയാണ്. അപ്പോൾ ഹദീസ് കൂട്ടാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴി കൂട്ടാക്കാൻ അയാൾ തയ്യാറുള്ള കുടയാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സിഫത്തിനെ സ്ഥിരീകരിക്കുകയാണ്. അതിന് മനസ്സിലാക്കാം, സിഫത്തിനെ കുറിച്ചുള്ള സംസാരം അത് മുകളിൽ പറഞ്ഞ അസറിൻ്റെ, അതായത് ജനങ്ങളോട് അവരുടെ ബുദ്ധിക്ക് പ്രാപ്യമായത് മനസ്സിൽ ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അള്ളാഹുവിൻ്റെ റസൂലും കളവാക്കപ്പെടുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ? ഈ വചനപ്രകാരം സിഫത്തിനെ കുറിച്ച് ആളുകളോട് പറയാൻ പാടുള്ളതല്ല, കാരണം ആളുകൾ നിഷേധിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റൂല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നിഷേധിക്കണവനോടാണ് എന്ത് ചെയ്യണത്, സിഫത്തിൻ്റെ കാര്യം സ്ഥിരീകരിച്ചുണർത്തുന്നത്. ഇയാൾ നിഷേധിച്ച് ശരീരം കൊടയുക, മേനി കൊടയുക സിഫത്തിനെ കുറിച്ചുള്ളൊരു ഹദീസ് കേട്ടപ്പോൾ. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മാ ഫറഖു ഹഉല, ഇതെന്ത്, ഈ വിഭാഗത്തിൻ്റെ ഭയപ്പാട് എന്താണ്? യജിദൂന റിഖ്ഖതൻ ഇൻദ മുഹ്കമി, വിശുദ്ധ ഖുർആനിലെ മുഹ്കമായ വചനങ്ങൾ കേൾക്കുമ്പോൾ അവർ ഭയക്കുന്നു. മുഹ്കം എന്ന് പറഞ്ഞാൽ എന്താ? ആശയം വ്യക്തമായത്.
ആശയം വ്യക്തമായ ഒരായത്ത് കേട്ടാൽ അവരെന്ത് ചെയ്യും? അതിൽ ഭയപ്പാട് കാണിക്കുക. എന്നാൽ വയഹ്ലക്കൂന ഇൻദ മുത്തശാബിഹ്, വിശുദ്ധ ഖുർആനിലെ മുത്തശാബിഹ് ആയ ആയത്ത്, മുത്തശാബിഹ് ആയത്ത് എന്ന് പറഞ്ഞാൽ ആശയം വ്യക്തമല്ലാത്തത്, ആശയം വ്യക്തമല്ലാത്തത്. അതിനൊരു ആശയമല്ല എന്നുള്ളതല്ല, പിന്നെയോ ആശയം ചിലർക്ക് വ്യക്തമായിക്കൊള്ളണമെന്നില്ല. അറിവുള്ളവർ, പണ്ഡിതന്മാർ, അവർക്കതിൻ്റെ ആശയം വ്യക്തമാകും. അപ്പോൾ ആശയം വ്യക്തമല്ലാത്തതിൻ്റെ വിഷയത്തിൽ അവർ നശിക്കും. അതിനെ ദുർവ്യാഖ്യാനിച്ചും അതിനെ നിഷേധിച്ചും അതിനെ കളവാക്കിയും അതിനെ കളിയാക്കിയും ഒക്കെ നശിക്കും. അതാണ് പറയുന്നത് വയഹ്ലകൂന ഇൻദ മുത്തശാബി. മനസ്സിലാകാത്ത ആശയം മനസ്സിലാകാത്ത ആയത്തുകൾ അതിൻ്റെ മുന്നിൽ അവർ നശിക്കുകയും ആശയം ഗ്രാഹ്യമായിട്ടുള്ളതായ വചനങ്ങളുടെ അടുക്കൽ അവരവരുടെ ഭയപ്പാട് കാണിക്കുകയും ചെയ്യുകയാണോ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയുണ്ടായി എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ ഈ അസർ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് എന്താ? അള്ളാഹിൻ്റെ സിഫത്ത് പറയുന്ന വചനങ്ങൾ കേൾക്കുമ്പോൾ അതിനെ നിഷേധിക്കാൻ പാടില്ല. നിഷേധം അറിയിക്കുന്ന പെരുമാറ്റം പാടുള്ളതല്ല. കണ്ണ് ചുരുട്ടിയോ മുഖം കോട്ടിയോ മേനി ഇളക്കിയോ ഒരിക്കലും അങ്ങനെ അസ്വീകാര്യതയും നിരാകരണവും കാണിക്കാൻ പാടുള്ളതല്ല. മാത്രമല്ല ആളുകളോട് സിഫാത്തുകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ ബിദ്അഈ കക്ഷികൾ, സിഫാത്തുകളെ നിഷേധിക്കുന്ന ആളുകൾ, അവരുടെ തനിനിറം എന്ത് എന്നുള്ളതും അത് വ്യക്തമാക്കണം എന്ന് ഈ അസർ അറിയിക്കുകയാണ്. ഇനി മൂന്നാമത്തേത്, അല്ലെങ്കിൽ മറ്റൊരു വചനം ഭാഗം നസ്സായി ടെക്സ്റ്റായിട്ട് ഈ കിതാബ് തൗഹീദിൽ ഈ അധ്യായത്തിലുള്ളത്, വലമ്മ സമിഅത് ഖുറൈഷുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യദ്കുറു റഹ്മാൻ അൻകറു ദാലിക് ഫഅൻസലല്ലാഹു ഫീഹിം വഹും യക്ഫുറൂന ബിർറഹ്മാൻ. വലമ്മ സമിഅത് ഖുറൈഷുൻ, ഖുറൈശികൾ കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യദ്കുറു റഹ്മാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അർ റഹ്മാൻ എന്നുള്ളത് പറയുന്നത്, റഹ്മാൻ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അനുസ്മരിക്കുന്നത് ഖുറൈശികൾ കേട്ടപ്പോൾ അൻകറു ദാലിക്, ഖുറൈശികൾ അത് നിഷേധിച്ച്. അർ റഹ്മാൻ എന്ന് അള്ളാഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഖുറൈശികൾ കേട്ടപ്പോൾ ഖുറൈശ് അത് നിഷേധിച്ച്. ഫഅൻസലല്ലാഹു ഫീഹിം, അവരുടെ വിഷയത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് വഹും യക്ഫുറൂന ബിർറഹ്മാൻ, അവർ അർ റഹ്മാനിൽ അവിശ്വസിക്കുന്നു എന്നുള്ളത്. അതവിടെ കൊണ്ടുവന്നതിലുള്ള യുക്തി എന്താ, പൊരുളെന്താ? മുഅ്മിന് പറഞ്ഞ സ്വഭാവമല്ല നാമവിശേഷണങ്ങളെ നിരാകരിക്കുന്ന നിഷേധിക്കുന്ന ഈ പ്രവണത. അത് ബഹുദൈവ വിശ്വാസികൾ മുശ്രിക്കുകളായ ആളുകളുടെ സ്വഭാവമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളത് സൂക്ഷിക്കേണ്ടതുണ്ട്, അത് ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്, ഗൗരവത്തിൽ അത് കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ പഠിക്കണം, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നമ്മൾ പഠിക്കണം. ആ നാമങ്ങളുടെയും സിഫത്തുകളുടെയും ആശയം എന്ത്, അർത്ഥം എന്ത് എന്നുള്ളത് നമ്മൾ ഗ്രഹിക്കണം. ആ ആശയങ്ങൾ തേടുന്ന കാര്യങ്ങൾ എന്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ നമ്മൾക്ക് നമ്മുടെ വിശ്വാസം അല്ല അസ്മാ വ സിഫാത്തിൻ്റെ വിഷയത്തിൽ യഥാവിധാക്കാൻ സാധിക്കും. അതില്ല എങ്കിൽ, നമ്മൾ ആ വിഷയത്തിലൊരു ഉൾക്കാഴ്ചയുള്ളവരായിട്ടില്ല എങ്കിൽ, വിശിഷ്യ സിഫാത്തുകളുടെ വിഷയത്തിൽ ഈ വിദഅഈ കക്ഷികൾ, തന്നിഷ്ടക്കാർ, ദേഹേച്ഛയുടെ വാക്താക്കൾ നമ്മളെ അപകടത്തിലെത്തിക്കുകയും അതേപോലെ തന്നെ ആദർശ ചുഴിയിലേക്ക് നമ്മളെ തള്ളിയിടുകയും ചെയ്യും. അവർ നിഷേധികളായതുപോലെ കളവാക്കി കളിയാക്കി ജീവിതം നയിക്കുന്നത് പോലെ ഒരു ദുരന്താവസ്ഥ നമുക്കും അവർ സമ്മാനിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഏതായാലും അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളെ നിഷേധിക്കുന്നവരെക്കുറിച്ച് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് തൗഹീദിൽ നൽകിയ ഒരു ഭാഗമാണ് ഇന്ന് നമ്മളിവിടെ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സിൽ മറ്റൊരു ഭാഗം. അള്ളാഹു നമ്മളെ എല്ലാവരെയും ഈ സത്യദീനിൽ ഫിഖ്ഹും ഇൽമും ഉള്ളവരായി വളർത്തുമാറാവട്ടെ.
വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.